എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 15-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 മാസത്തേതാണ് വിതരണം ചെയ്തത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സമയത്ത് മസ്റ്ററിംഗ് നടക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിലില്ല. സംസ്ഥാന സർക്കാർ എന്നാണോ മസ്റ്ററിംഗ് പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്തിന് 2 മാസത്തെ സമയം ആദ്യം നൽകും, പിന്നീട് നീട്ടി നൽകാറാണ് പതിവ്. അപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷം മസ്റ്ററിങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പരിശോധനയ്ക്ക് ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നും അർഹതാ മാനദണ്ഡങ്ങളിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തുമെന്നൊക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. നിലവിൽ പെൻഷൻ അനുവദിക്കുന്നതിന് 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരായിരിക്കണം. ഭൗതിക സാഹചര്യങ്ങൾ മികച്ചതാണ് എങ്കിൽ അവർക്ക് പെൻഷൻ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് 4 ചക്ര വാഹനം, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമിയൊക്കെ ഉണ്ട് എങ്കിൽ അതേ കാർഡിൽ ഉൾപ്പെടുന്ന വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിലവിൽ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇനി മുതൽ അത്തരം ആളുകൾക്ക് പെൻഷൻ മുടക്കുന്ന സാഹചര്യം ഉണ്ടാകുക. താമസിക്കുന്ന വീടിൽ ആരെങ്കിലും ഒരാൾ AC വെച്ചതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഇനി മുതൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പരിശോധനകളെല്ലാം വരും സമയങ്ങളിൽ ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും നിലവിലുള്ള പെൻഷൻകാരുടെ പെൻഷൻ പട്ടികയിൽ നിലനിർത്തണോ അതുപോലെ തന്നെ കിട്ടാത്ത ആളുകൾക്ക് വേണമോ എന്നുള്ളതൊക്കെ കണക്കാക്കുക. മുമ്പ് അപേക്ഷിച്ചിട്ടും പെൻഷൻ തടഞ്ഞു വെച്ച അല്ലെങ്കിൽ തള്ളിപ്പോയിട്ടുള്ള ആളുകൾക്ക് വീണ്ടും അപേക്ഷ നൽകാൻ ഇതിനു ശേഷം സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ ഇനി നമുക്ക് അങ്ങോട്ട് ഓണമായതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 3 മാസത്തെ പെൻഷനാണ് വരാൻ പോകുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ പതിവ് പോലെ തന്നെയായിരിക്കും വിതരണം ചെയ്യുക. ജൂലൈ 23-ാം തീയതിയോട് കൂടിയോ അല്ലെങ്കിൽ 24-ാം തീയതിയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ്. 2000 രൂപ തന്നെയാണ് ലഭിക്കുക. അതിനുശേഷമാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കും വിതരണ നടപടികൾ ഉണ്ടാകുക. അതൊക്കെ ആകുമ്പോഴേക്കും പെൻഷൻ വിതരണ പ്രഖ്യാപനം വരും. 2 മാസത്തേത് ലഭിക്കാനാണ് സാധ്യത. പിണറായി സർക്കാർ 2 മാസത്തേത് കുടിശ്ശികയാണ് എങ്കിലും, അതായത് പഴയ കുടിശ്ശികയാണ് എങ്കിൽ പോലും 2 മാസത്തൊക്കെ ചേർത്ത് ഓണത്തോടും വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് പെൻഷൻ നൽകിയിരുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. UDF സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണമായതുകൊണ്ട് തന്നെ 2 മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 10-25 ദിവസത്തിനുള്ളിൽ 6000 രൂപയാണ് 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കയ്യിലും ബാങ്കിലും എത്തിച്ചേരുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, റെയിൽവേയുടെ UTS ആപ്പ് വഴി അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്താൽ ഏത് ഫോണിൽ നിന്നാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതേ ഫോൺ ഉപയോഗിച്ച് യാത്ര ചെയ്യണം. മാത്രമല്ല ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും കയ്യിൽ കരുതണം. സംസ്ഥാനത്ത് ഈ പ്രാവശ്യവും ഓണക്കിറ്റ് പ്രഖ്യാപിച്ചു. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം ഏകാനും സപ്ലൈകോക്ക് 253 കോടി രൂപ അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കി. ഓണക്കാലത്ത് വിപണി ഇടപെടൽ നടത്തുന്നതിന് 200 കോടി രൂപയും AAY മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിന് ഓണക്കിറ്റ് നൽകുന്നതിനായി 53 കോടി രൂപയുമാണ് ചെലവഴിക്കുക. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള VD സതീശന്റെ ഇടപെടലിനെ തുടർന്ന് ധനവകുപ്പ് തുക അനുവദിച്ചത്. ആവശ്യമെങ്കിൽ പിന്നീട് കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ ന്യായവിലക്ക് ലഭ്യമാക്കും. ചെറിയ വിലക്ക് പലതരം ഓണക്കിറ്റുകളും വിപണിയിൽ എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ തുക ഒരുമിച്ച് ഓണവിപണിക്കായി മുമ്പ് അനുവദിച്ചിട്ടില്ല എന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. സർക്കാരിന്റെ വിപണി ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നിന്നും തുക അനുവദിക്കാനും മന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് പരിമിതമായ തോതിൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് നേരത്തെ ഓണസഹായങ്ങൾ നൽകിയിരുന്നു എങ്കിലും
സംസ്ഥാന വ്യാപകമായി സൗജന്യ ഓണക്കിറ്റ് പദ്ധതി ഉണ്ടായിരുന്നില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കോവിഡ് കാലത്താണ് വൻതോതിൽ കിറ്റ് വിതരണം നടത്തിയത്. പിന്നീട് എല്ലാ ഓണത്തിനും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സൗജന്യ ഓണക്കിറ്റ് നൽകിയിരുന്നു. എന്നാൽ 2022 മുതൽ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഓണക്കിറ്റ് നൽകി വരുന്നത്. ഇപ്രാവശ്യം PH പിങ്ക് റേഷൻ കാർഡിന് കൂടി ഓണക്കിറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയർന്നു എങ്കിലും സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആ ആവശ്യം തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് സൗജന്യമായി റേഷൻ കടകളിലൂടെ ഓണക്കിറ്റ് ലഭിക്കുക. ഇനി മറ്റ് റേഷൻ അറിയിപ്പുകൾ. നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് തുടരുകയാണ്. ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴിയും അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടുതൽ ആളുകൾക്ക് ഈ ഒരു റേഷൻ കാർഡ് ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകളുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് നൽകുകയും അങ്ങനെ പല ആളുകളും പിഴയോട് കൂടിയിട്ട് തന്നെ റേഷൻ കാർഡ് തിരിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരുപാട് ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ സംസ്ഥാനത്തുണ്ടായത്. 6 ലക്ഷത്തിലധികം ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നികത്തിയിട്ടില്ല എങ്കിൽ കേന്ദ്രം ആ ഒരു വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഒഴിവാക്കും. നമ്മുടെ AY മഞ്ഞ റേഷൻ കാർഡിനും PH പിങ്ക് റേഷൻ കാർഡിലും ഉള്ള അംഗങ്ങളുടെ എണ്ണത്തിലാണ് ഇത്രയും 6 ലക്ഷത്തിന്റെ കുറവ് വരാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ പല തവണയായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടും പല ആളുകളും അപേക്ഷ നൽകിയില്ല. അത് നികത്താനായില്ല. അപ്പോഴാണ് പുതിയ സർക്കാർ വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്നത്. നിലവിൽ പരിശോധന, അതായത് അനർഹരായിട്ട് മുൻഗണനാ റേഷൻ കാർഡിൽ കൈവശം വെച്ചവരെ കുറിച്ച് പരിശോധന ഉണ്ടാകുമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. സ്വന്തമായി ആവശ്യത്തിന് 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, ഒരേക്കറിലധികം ഭൂമി, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയൊരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളതാണ്. സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഒഴിവുകൾ നികത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒഴിവുകൾ ഉണ്ടാകുകയാണ് എങ്കിൽ അത് സർക്കാരിന് വലിയ ബാധ്യതയാകും. കേന്ദ്രം ആ ഒരു വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയൊരു അന്വേഷണം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിങ്ക് റേഷൻ കാർഡൊക്കെ അനർഹമായിട്ട് കൈവശം വെച്ചവർക്കും ഇപ്പോൾ പേടിക്കേണ്ടതായിട്ടില്ല. അതേസമയം ആരെങ്കിലും ഒറ്റ കൊടുക്കുകയാണെങ്കിൽ, അതേസമയം ആരെങ്കിലും പരാതിപ്പെടുകയാണ് എങ്കിൽ സപ്ലൈ ഓഫീസുകളിൽ നിന്നും നേരിട്ട് അന്വേഷണത്തിനെത്തി അത്തരം കാർഡുകൾ പിടിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നതും. BPL റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. 17-ാം തീയതി വരെയാണ്. ചിലപ്പോൾ നീട്ടി നൽകിയേക്കാം. എങ്കിലും ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നീല റേഷൻ കാർഡിന് 3 കിലോ ഗോതമ്പ് കൂടി ഈ ഒരു മാസം ഉണ്ട്. എല്ലാ റേഷൻ കാർഡിനും ആട്ടയുണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ വാങ്ങാൻ മറക്കരുത്. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും മുൻഗണനാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ ബൈ.